എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്റ്റൈലിൽ ഒരു ബീഫ് ബിരിയാണിയാണ്. നിങ്ങൾക്കറിയാം, അറബിക് സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരുപാട് മസാലകളും കറികളും ചേർത്തിട്ടുള്ളതല്ല. അത് ബീഫും ചോറും ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകളാണ്. ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു 4 ഉള്ളി എടുക്കാം. ഒരു 5 ആളൊക്കെ ആണെങ്കിൽ 4 ഉള്ളി എടുക്കാം. ഇതാ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി, 4 മുളക്, പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ഇടാം. പിന്നെ കുറച്ച് കുരുമുളക്, ഇത് ഉണങ്ങിയ കുരുമുളക്. ഇവിടെ വേണ്ടത് കുറച്ച് ഒരെണ്ണം പൊട്ടാറ്റോ, ഒരു 3 ടൊമാറ്റോ, പിന്നെ ഉണങ്ങിയ നാരങ്ങ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല, അത് ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. നമ്മൾ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ബീഫ്. ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ബീഫ് കട്ട് ചെയ്യാണ്ട് കുക്കറിൽ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ ഒരു 10-12 പ്രാവശ്യം ഫിസലടിക്കുന്ന രൂപത്തിൽ നമ്മൾ വേവിച്ചെടുക്കുക. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കുരുമുളക് ഓയിലിൽ, തിളക്കുന്ന ഓയിലിൽ നമ്മൾ ഇടും. അതിനുശേഷം പച്ചമുളക് ഇടും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയന്, ഉള്ളി ഇതിലിട്ട് വഴറ്റും. ഇപ്പം നമ്മളിപ്പം ഉള്ളി കുറച്ച് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉള്ളി ഇത്രേ പാടുള്ളൂ, ഇതിലും അപ്പുറം വേവാൻ പാടില്ല ഉള്ളി. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഒരു ഇഞ്ചി, ചെറിയൊരു ഇഞ്ചി കഷ്ണമാണ് കേട്ടോ, അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക. ഇഞ്ചി വേണ്ടെന്നവർക്ക് ഇടേണ്ട ആവശ്യമില്ല, ഞാനിതിൽ ഇഞ്ചി ഇടുന്നുണ്ടെന്ന് മാത്രം. ഈ ബീഫ് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അതിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഒഴിവാക്കരുത്, നമുക്ക് ആവശ്യം വരും കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടാം. അത് ഇത്രയും കൂടി വലിയ പീസായിട്ട് ഇടാൻ നല്ലത്. അപ്പോൾ ഒരുപാട് പുളി ഉണ്ടാവില്ല, പെട്ടെന്ന് വെന്ത് അതിലേക്ക് ഒരുപാട് മിക്സ് ആവില്ല. അപ്പോൾ ഒരു തക്കാളി ആണെങ്കിൽ ഒരു 4 പീസ് മാക്സിമം ആയിട്ട് അരിയാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാനുള്ള ആവശ്യമുണ്ട്. നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്, അത് കുറേ ഇട്ടിട്ടില്ല, നമ്മൾ ആവശ്യത്തിന് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപ്പിടുന്നുള്ളൂ. കാരണം ഒരുപാട് ഉപ്പിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ഇതിൻ്റെ ചോറിൽ നമ്മൾ ഉപ്പിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് തടസ്സമാവും, അപ്പോൾ ടേസ്റ്റിനെ ബാധിക്കും. ഇതിൻ്റെ അടുത്ത ചേരുവകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഇത്തിരി കുരുമുളക് പൊടിയും വേണം. ഇപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നു. ഇപ്പോൾ കളറ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ബ്രൗണിഷാണ് നല്ല എപ്പോഴും. മഞ്ഞയിലേക്കായിട്ടില്ല എന്നാൽ വെള്ള വിട്ടു എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ് നല്ലത്. അതിന് ടേസ്റ്റ് ഉണ്ടാവും, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള. നമ്മൾ കുറച്ച്
മുളക് പൊടി ഇടാൻ പോകണം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. കാശ്മീരി ചില്ലിയാണിത്. അപ്പോൾ അതാകുമ്പോൾ എരിവ് കൂടുതലുണ്ടാവില്ല. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇത് നമ്മളെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് എൻ്റെ ഉമ്മ എനിക്ക് തന്നതാണ്. തറവാട്ടിങ്ങിലാണ്, എൻ്റെ തറവാട്ടിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉമ്മ അവിടുന്ന് കുറച്ച് തന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം നിങ്ങൾക്ക് കാണാം, ഒരുപാട് മഞ്ഞായിട്ടില്ല, എന്നാൽ വൈറ്റിൽ നിന്ന് ഒരുപാട് വിട്ടുപോയി. അപ്പോൾ ഏകദേശം ഈ കളറായിരിക്കും നല്ലത്. ടേസ്റ്റും ഇത് തന്നെ ആയിരിക്കും. മറ്റൊരു ബിരിയാണി, നമ്മുടെ നാടൻ ബിരിയാണി ലുക്കിലേക്ക് പോകും. ഇത് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഗരം മസാല. ഇത് ജീരകം, ഏലക്കായി, കറാമ്പൂവ്, പട്ട, ജാതിപത്ര, അങ്ങനെ 2-3 ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് ചേർത്തിട്ടുള്ളതായിരിക്കും. ഇത് പൊടിച്ചെടുത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫില്ലേ, അത് വെള്ളമില്ലാതെ നമ്മുടെ ഈ മസാലയിലേക്ക് ഇടുക. വെള്ളം നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. വേണ്ട, ബീഫ് ഇങ്ങനെയാണ് ബീഫ് അല്ലേ, വലിയ വലിയ കഷ്ണങ്ങളാണ്. ഇപ്പോൾ ഒന്ന് നമ്മുടെ ഇഷ്ടാനുസരണം ചെറുത് വലുതാക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ വലുതാക്കണം. ഇത് നന്നായിട്ട് നിലത്തി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം, കാരണം ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വേവിക്കുന്നത് ഇതിൽ തന്നെയാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നമ്മുടെ എത്ര അരി എടുക്കുന്നോ അതിന് ഡബിളായിട്ട് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളത്തിന് പകരമായിട്ടല്ല, നമ്മൾ വെള്ളത്തിന് കൂടെ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു കഷ്ണം ഇറച്ചി ഇവിടെ ബാലൻസ് ആയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാനുള്ളതാണ്. ആ വെള്ളം നമുക്ക് മറ്റുള്ള വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതിന് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദമ്മിടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. അപ്പം കൂടുതൽ ദമ്മിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മസാല പിടിക്കുന്ന വരെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഒന്ന് മൂടി വെക്കാം 5 മിനിറ്റോളം. കാരണം ഇത് മസാലയുമായിട്ടൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് കൊറിയൻഡർ ലീഫ് ആവശ്യമാണ്. അത് അവസാനം നമുക്ക് ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അരി ബസ്മതി റൈസാണ്. അത് നാട്ടിൽ ഇത്തിരി വില കൂടിയെങ്കിലും ഇപ്പോൾ പുറമേ ഒന്നും വിലയില്ല, അത്ര വില ഉണ്ടാവില്ല. ഇവിടെ ബസ്മതി റൈസ് ഫസ്റ്റ് ക്വാളിറ്റിയൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. ഏകദേശം 90 രൂപയെങ്കിലും ഇതിൻ്റെ അടുത്ത് വരുള്ളൂ ബസ്മതി റൈസ്. കണ്ടാൽ നമ്മൾ ചാക്കരി എന്ന പോലെ തോന്നും, സാധാരണ ചോറ് വയ്ക്കുന്ന അരി. പക്ഷെ നല്ല അരിയത്. ഞാൻ ഈ അരി അളക്കാൻ പോകുന്നത് നമ്മൾ പഴയ കാലം മുതൽ അളക്കുന്ന നാഴി എന്ന് പേര് വിളിക്കുന്ന ഇതുകൊണ്ടാണ്. ഏകദേശം 1 കിലോ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് രാത്രിയിലേക്കും ഉപയോഗിക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടുതലായി, ഒരു 10 മിനിറ്റ് ഏകദേശം അടുത്തായി. അപ്പം നമ്മൾ തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിനിടയിൽ നമ്മളൊന്ന് നോക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പം കാരണം 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഈ ഉള്ളിയൊന്നും വല്ലാണ്ട് വേവാൻ പാടില്ല, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ വേണം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ അരിയുണ്ട്, അതുപോലെ പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത സ്റ്റെപ്പുകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏത് അളവിലാണ് അരി എടുക്കുന്നത് ആ അളവിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ. ഇപ്പോൾ ഇതിൽ ഒരു പിന്നെ ഒരു പാത്രം നമ്മൾ അരി എടുത്തെങ്കിൽ ഇതിൽ 2 പാത്രം വെള്ളം എടുക്കുക. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഒന്നിന് 2 ആയിട്ട്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് 2 കപ്പ് 2 പാത്രം വെള്ളം എടുക്കുക. അതാണ് നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്. ഇത് ഏകദേശം 2.5 നാഴിയുണ്ട്, നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ആദ്യം വെള്ളം നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ബീഫുണ്ട്, ബീഫിൻ്റെ ആ വെള്ളമുണ്ട്, ആ ചാറും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒഴിക്കാൻ പോവുകയാണ് ഇതിലേക്ക്. നമ്മൾ ബീഫിൻ്റെ ഗ്രേവിയാണിത്. ചൂടുണ്ട്, ശ്രദ്ധിക്കണം. നമുക്കൊരു നാഴി പോലും ഇല്ല, നമ്മൾ അളന്ന പാത്രത്തിൻ്റെ ഒരു നാഴി പോലും ഇല്ല. അപ്പോൾ നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം. കൈ ചൂടാ. നമ്മുടെ ഫ്ലാസ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ചുരുളാൻ നല്ലത്. പിന്നെ പിടിക്കാനൊക്കെ പിന്നെ ഉള്ള പാത്രത്തിലാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു, കാരണം എൻ്റെ കൈ പൊള്ളി. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. കുക്കറിൽ ഒഴിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടാക്കി വെച്ച പിന്നെ ബീഫിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു അംശം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ടേസ്റ്റ് ഉണ്ടാവും, ആ വെള്ളത്തിൻ്റെ ഒരു രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നന്നായിട്ട് തിളക്കണത്, ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കാം, നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പം നമുക്ക് എല്ലാവരും സംശയമാണ് ഉരുളങ്കിഴങ്ങ് ഇട്ടില്ലല്ലോ എന്ന്. ഇത് നമ്മൾ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നാൽ അതിലേക്ക് ഇടും. കൂടാതെ നമ്മൾ ചെറുനാരങ്ങ ഉണക്കിയതും നമ്മൾ അതിലേക്ക് ഇട്ടെടുക്കും. ഇത് അവസാനമായിട്ട് നമുക്ക് ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും വെന്തതിന് ശേഷം. ഇത് നമ്മളിപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കണ്ടേ ബീഫിൻ്റെ കഷ്ണം കണ്ടില്ലേ, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ പിന്നെ ഉപ്പ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത ആദ്യത്തെ ഉപ്പ് കുറച്ച് കമ്മിയുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ് അവസാനം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കൂടുതലുണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കിയിട്ട് ശേഷം ഇട്ടുകൊടുത്താൽ മതി. ഇത് പിന്നെ ചോറിലേക്കും കൂടി വേണം ഉപ്പ്. നമ്മൾ ചോറിൽ വേറെ ഉപ്പിടുന്നില്ല, നമ്മൾ ഇതിൽ തന്നെ തിളപ്പിക്കുന്നതുകൊണ്ടേ.
നമ്മൾ ആദ്യം വളരെ കുറവായിരുന്നു ഉപ്പിട്ടത്. നമ്മൾ കുറച്ച് അരിക്ക് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇടാൻ പോകുന്നു. ഇപ്പോഴത്തെ ഏകദേശം വലിയ അരി ആയിരിക്കുന്നു. നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉപയോഗിക്കുന്ന നല്ല അരിയാണ്. ഇപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി ഉപ്പ് നോക്കാം, അതിൻ്റെ പാകം എത്ര എന്നുള്ളത്. കാരണം നമ്മൾ അരി വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ കുറക്കാൻ നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം, കരിയിട്ട് കൊടുക്കാം. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉപ്പെല്ലാം നോക്കിയിട്ടുണ്ട്, കറക്റ്റാണ്. ഉപ്പ് നോക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഇതിലേക്ക് ഇടാൻ പോകുന്നത് മുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടാറ്റോ, ആണ്. അതിനുശേഷം നാരങ്ങയാണ്, ഉണങ്ങിയ നാരങ്ങ ഇട്ടു. അതിനുശേഷം നമ്മൾ ഇടുന്നത് കുറച്ച് കൊറിയൻഡർ ലീഫ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മളിത് ചെറിയ തീര് മൂടി വയ്ക്കുക. ഇപ്പോൾ ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്ക് ചെറിയ തീരായിട്ട് മൂടി വെക്കാം. ഇപ്പം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ തീയിൽ മൂടി വെക്കാം. നമുക്ക് ഇത്തിരി വെയിറ്റും വെച്ച് കൊടുക്കാം. ഇതിന് മേലെ ഇത്തിരി വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പം ആവി പോവാതെ നന്നായിട്ട് വെന്തോളം. ചെറിയ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ക്ലിയറായി. ഇപ്പം നമ്മൾ ഉള്ളിൽ കരി വെച്ചു കിട്ടാ. അത് വെക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കരി വെച്ചു. ഒരു ഗ്രില്ലി ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ആകുമ്പോൾ കറി വെച്ചാൽ. ഇപ്പം നമ്മുടെ ബിരിയാണി അറബി സ്റ്റൈൽ ബിരിയാണി റെഡിയാണ്. ഇത് നമ്മൾ ഇനിയൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്താൻ പോവാണ്. ഇനി നമ്മൾ കമഴ്ത്താൻ പോവാണ്. ഇപ്പം നമ്മൾ പണ്ടിട്ടുള്ള സ്റ്റൈലിൽ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇങ്ങനെ കമഴ്ത്തി തരില്ലേ, എന്ന പോലെ തന്നെ ജസ്റ്റ് കമഴ്ത്തുകയാണ്.
ആദ്യത്തെ 2 വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.